ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധമായ വലിയ നോയമ്പിന്റെ ആദ്യ ദിനം. ശുഭ്കോനോ. ശുഭകോനോ എന്ന വാക്കിന്റെ അർത്ഥം റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം. എന്താണ് അനുരഞ്ജനം? ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 4 വാക്യത്തിൽ ജോസഫ് തന്റെ സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്, അകലം കുറയ്ക്കുന്നതാണ് അനുരഞ്ജനം. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ. കം ക്ലോസർ ടു മീ, ഐ ആം യുവർ ബ്രദർ. അകലം അവസാനിപ്പിക്കുന്നിടത്താണ് അനുരഞ്ജനം സാധ്യമാകുന്നത്. ഇന്ന് വല്ലാതെ അകലം, ദൂരം കൂടുന്ന ഒരു കാലമാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളിൽ, അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പോലും അകലം വർദ്ധിക്കുകയാണ്. അസൂയ കൊണ്ടും സംശയം കൊണ്ടും ഒരാളെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുമൊക്കെ ബന്ധങ്ങളിൽ ദൂരം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപവും ക്രോധവും മനുഷ്യനെ ഇന്ന് അന്ധനാക്കുകയാണ്. സൗഹൃദങ്ങൾ പോലും ഇന്ന് പകയായി മാറുകയാണ്. അതിന്റെ മധ്യേ ജോസഫ് നമ്മോട് പറയുകയാണ്, റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്. കഴിഞ്ഞ കാലങ്ങളിലെ ഭാരങ്ങളെ, സംശയങ്ങളെ, മുറിവുകളെ, തെറ്റിദ്ധാരണകളെ ഒഴിവാക്കാതെ അനുരഞ്ജനം സാധ്യമാവുകയില്ല. റെഡ്യൂസ് ദ ബേർഡൻസ് ഓഫ് ദ പാസ്റ്റ്. പ്രിയരെ, നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് പകയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, വെറുപ്പില്ലാതെ ജീവിക്കാൻ സാധിക്കണം എന്നാണ്. ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് ഹേറ്റ്. ജീവിതത്തിലുള്ള പകയുടെ, പ്രതികാരത്തിന്റെ ശൃംഖലയെ തകർക്കുക. വെറുപ്പിക്കലല്ല, അടുപ്പിക്കലാണ് അനുരഞ്ജനം. ആഴത്തിൽ അറിയുന്നതാണ് അനുരഞ്ജനം. നമുക്ക് അനുരഞ്ജനപ്പെടാം, മറ്റുള്ളവരോടും നമ്മോടും തന്നെ. റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്.